ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സർക്കാർ ഭരണത്തുടർച്ച ഉണ്ടാക്കുന്നു എന്നത് മാത്രമല്ല ഈ വിജയത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന തരത്തിൽ ഒരു സർക്കാരിന് കൂടുതൽ സീറ്റുകൾ നൽകി വിജയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2021 കേരളത്തിൽ പിണറായി വിജയനും 2019 ഒഡീഷയിൽ ബിജു പട്നായിക്കിനും ജനം കൂടുതൽ സീറ്റുകളുമായി ഭരണത്തുടർച്ച നൽകിയിട്ടുണ്ട്. 2011 തമിഴ്നാട്ടിൽ ജയലളിതയ്ക്കും ജനം ഇങ്ങനെ ഭരണത്തുടർച്ച നൽകി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഈ നേട്ടം ബീഹാറിലെ NDA സർക്കാർ നേടിക്കഴിഞ്ഞു. ഈ വിജയത്തിന് പിന്നിൽ നിതീഷ് കുമാറിൻ്റെ ഭരണ നേട്ടങ്ങൾ, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി റോസ്ഗാർ യോജന തുടങ്ങിയ പല കാരണങ്ങളും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി റോസ്ഗാർ യോജന പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് 10,000 രൂപ വീതം നൽകുന്ന പദ്ധതിയായിരുന്നു അത്. ഇതൊക്കെയാണ് വിജയത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തത് മൂലം വോട്ടിംഗ് ശതമാനം ഉയർന്നതും പലരും ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കളുടെയും സ്ത്രീകളുടെയും വിജയമാണ് ഇതെന്ന് വിജയാഹ്ലാദ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടി. 1,40,00,000 സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ പോളിംഗ് ശതമാനം ഉയരാൻ ഇത് കാരണമായി എന്നാണ് പലരും പറയുന്നത്. (66.9% പേരാണ് മൊത്തം വോട്ട് ചെയ്തതെങ്കിൽ സ്ത്രീകളിൽ അത് 71.6%ആയിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തി തുടങ്ങിയത്. 10,000 രൂപ വെറുതെ നൽകുകയല്ല, ഇതുപയോഗിച്ച് എന്തെങ്കിലും സ്വയം തൊഴിൽ തുടങ്ങുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പല ഗഡുക്കളായി നൽകും എന്നായിരുന്നു പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകി വോട്ട് വാങ്ങുന്നതിന് സമാനമാണ് ഇതെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണമുയർന്നു. വോട്ട് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുമെങ്കിൽ എന്തിന് വോട്ട് മോഷ്ടിക്കണം എന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ഇതേക്കുറിച്ച് ചോദിച്ചത്. ഫ്രീ ബീസ് പ്രഖ്യാപിച്ചാൽ വോട്ട് കിട്ടുമോ? ഒരു സർക്കാർ എത്ര ജനപ്രീതി കുറഞ്ഞതാണെങ്കിലും ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുമോ? എങ്കിൽ എല്ലാ സർക്കാരുകൾക്കും ഈ വഴി പിന്തുടർന്ന് ഭരണം ഉറപ്പിച്ചുകൂടെ? ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് ഭരണത്തുടർച്ച ഉണ്ടാക്കിയ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. സൗജന്യ വൈദ്യുതിയും സൗജന്യ യാത്രയും പ്രഖ്യാപിച്ച ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന് 2020 ലഭിച്ച ഭരണത്തുടർച്ച ഉദാഹരണം. കോവിഡ് കാലത്ത് സൗജന്യ കിറ്റ് വിതരണം പ്രഖ്യാപിച്ച പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തുടർച്ചയുണ്ടായി. കോവിഡ് പ്രതിരോധത്തിൽ പ്രശംസ നേടിയ സർക്കാരിനാണ് കേരളത്തിൽ ജനങ്ങൾ ഭരണത്തുടർച്ച നൽകിയത്. എന്നാൽ കോവിഡ് പ്രതിരോധത്തിൽ വൻ വീഴ്ച നേരിട്ട UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനും ജനം ഭരണത്തുടർച്ച നൽകി. സൗജന്യ റേഷനും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും സൗജന്യ യാത്രയുമാണ് യോഗി പ്രഖ്യാപിച്ചത്. സീറ്റ് കുറഞ്ഞെങ്കിലും ഭരണത്തുടർച്ചയുണ്ടായി. 2023 മധ്യപ്രദേശിലും ബേട്ടി ബഹന യോജന വഴി BJP ഭരണത്തുടർച്ച ഉറപ്പാക്കി. 2024 മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു. അതുവഴി ഭരണത്തുടർച്ചയുണ്ടായി. ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഫ്രീ ബീസ് പ്രഖ്യാപിച്ചിട്ടും പച്ച പിടിക്കാതെ പോയ ചില സർക്കാരുകളെ നോക്കാം. 2022 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പഞ്ചാബിൽ പ്രഖ്യാപിച്ചത് വൻ ജനക്ഷേമ പദ്ധതികളാണ്. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, സ്ത്രീകൾക്ക് പ്രതിമാസം 1,500 രൂപ, സൗജന്യ കുടിവെള്ളം. 17,000 കോടി രൂപയാണ് 2021 ബജറ്റിൽ കോൺഗ്രസ് സർക്കാർ വകയിരുത്തിയത്. പിറ്റേ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ ജനം കോൺഗ്രസിന് നാണം കെട്ട തോൽവിയാണ് സമ്മാനിച്ചത്. അതുവരെ ദുർബലരായിരുന്ന ആം ആദ്മി പാർട്ടിയെ ജനം തെരഞ്ഞെടുത്തു. 77 സീറ്റിൽ നിന്ന് കോൺഗ്രസ് കേവലം 25 സീറ്റിലേക്ക് ഒതുങ്ങി. 1,500 രൂപ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ തള്ളി 1,000 രൂപ വാഗ്ദാനം ചെയ്ത ആം ആദ്മി പാർട്ടിയാണ് ജനം തെരഞ്ഞെടുത്തത്. 2023 രാജസ്ഥാൻ സർക്കാരിനും ഇതേ ഗതി നേരിട്ടു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പഴയ പെൻഷൻ സ്കീം, 100 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് വഴി 25 ലക്ഷം രൂപയുടെ കവറേജ്, ഇങ്ങനെ 15,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് അശോക് ഗെഹ്ലോട്ട് നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഗെഹ്ലോട്ടിൻ്റെ ഫ്രീ ബീസ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തി. ഫ്രീ ബീസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ സുപ്രീം കോടതിയും സമീപിച്ചു. അശോക് ഗെഹ്ലോട്ട് പക്ഷേ പദ്ധതി നടപ്പാക്കി. എന്നാലും തോൽവിയായിരുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഛത്തീസ്ഗഡിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. നെല്ലിന് ക്വിൻ്റലിന് 3,100 രൂപ ബോണസ് പ്രഖ്യാപിച്ചു. 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകി. ഭൂരഹിതർക്ക് പ്രതിവർഷം 6,000 രൂപ, 2,500 രൂപ തൊഴിലില്ലായ്മ വേതനം. ഇതിനായി 10,000 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. പക്ഷേ ഭൂപേഷ് ബഘേലിന് കിട്ടിയത് തോൽവിയാണ്. ഇനി ആന്ധ്രയിലെ കാര്യം നോക്കാം. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് കിടിലൻ ഓഫറുകളുമായി വോട്ടർമാരെ സമീപിച്ചത്. കർഷകർക്ക് സൗജന്യ വൈദ്യുതി, അമ്മമാർക്ക് പ്രതിവർഷം 15,000 രൂപ,
കർഷകർക്ക് 13,500 രൂപ എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനം. ചുമ്മാ പ്രഖ്യാപിക്കുകയല്ല. 2019 മുതൽ ഇതിനായി ജഗൻ ചെലവാക്കിയത് 1.25 ലക്ഷം കോടി രൂപയാണ്. ഒരു ഫലവും ഉണ്ടായില്ല. 2024 ജഗൻ വെറും 11 സീറ്റിലേക്ക് ഒതുങ്ങി. ആന്ധ്ര സർക്കാരിൻ്റെ പൊതുകടം 10 ലക്ഷം കോടി രൂപയിലെത്തിയത് മാത്രം മിച്ചം. ഈ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഒരു സമാനത കാണാം. ഫ്രീബീസ് പ്രഖ്യാപിക്കുന്ന ചില സർക്കാരുകൾക്ക് ഭരണത്തുടർച്ച ലഭിക്കുമ്പോൾ ചിലർക്ക് അത് ലഭിക്കുന്നില്ല. ഫ്രീബീസ് പ്രഖ്യാപിച്ച BJP സർക്കാരുകൾക്കെല്ലാം ഭരണത്തുടർച്ച ലഭിച്ചു. പക്ഷേ BJP ഇതര സർക്കാരുകൾക്കോ NDA ഇതര സർക്കാരുകൾക്കോ അത് ലഭിക്കുന്നില്ല. നിലനിൽക്കുന്ന പദ്ധതിയേക്കാൾ കുറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകിയാലും BJPക്ക് നിലവിലുള്ള പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പണം നൽകുന്ന സർക്കാരുകളെ തോൽപ്പിക്കുന്നു. ഫ്രീബീസ് വഴി BJPയെ തോൽപ്പിച്ച് ഭരണത്തുടർച്ച ഉറപ്പാക്കിയത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മാത്രമാണ്. ബീഹാറിൽ അപ്പോൾ ഫ്രീബീസ് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതും നിതീഷിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബീഹാറിൽ ഭരണവിരുദ്ധ വികാരമേ ഇല്ലായിരുന്നുവെന്ന് CPI-കാരനായ P. സന്തോഷ് കുമാർ MP തന്നെ സമ്മതിക്കുന്നു. നിതീഷ് കുമാർ 20 വർഷമായി ബീഹാറിൽ തുടർച്ചയായി മുഖ്യമന്ത്രിയാണ്. നിതീഷ് കുമാർ അറിയപ്പെടുന്നത് തന്നെ കുർസി കുമാർ എന്നാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ തരാതരം പോലെ NDA-യിലേക്കും കോൺഗ്രസ് സഖ്യത്തിലേക്കും മാറി മറിഞ്ഞാണ് നിതീഷ് കുമാറിൻ്റെ നിലനിൽപ്പ് തന്നെ. ഭരണവിരുദ്ധ വികാരം ഇല്ലാതിരിക്കാൻ മാത്രം അത്ര ഗംഭീരമായിരുന്നോ നിതീഷ് കുമാറിൻ്റെ 20 കൊല്ലമായുള്ള ഭരണം? 2005 മുതൽ 2013 വരെയുള്ള JDU BJP ഭരണകാലത്ത് ബീഹാറിലെ തൊഴിലില്ലായ്മ നിരക്ക് കേവലം 8%. 1-2 UPA സർക്കാരിൻ്റെ കാലം കൂടിയായിരുന്നു അത്. എന്നാൽ 2024 കണക്ക് പ്രകാരം ബീഹാറിൽ തൊഴിലില്ലായ്മ നിരക്ക് 13%. ബീഹാറിൻ്റെ ആളോഹരി വരുമാനം 2005-ൽ 12,000 രൂപയായിരുന്നുവെങ്കിൽ ഇന്നത് 54,000 രൂപയാണ്. ദേശീയ ശരാശരി 1,77,000 രൂപയാണ് എന്നോർക്കണം. 2005-ൽ ബീഹാറിലെ ദാരിദ്ര്യം 54%ആയിരുന്നെങ്കിൽ ഇന്നത് 33%ആയി ഭേദപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദേശീയ ശരാശരി 21% മാത്രമാണ്. സ്ത്രീ സാക്ഷരത 33%-ൽ നിന്ന് നിതീഷ് കുമാർ 61% എന്നത് ശരിയാണ്. പക്ഷേ ദേശീയ ശരാശരി അപ്പോഴും 70%ആണ്. ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികളുള്ള സംസ്ഥാനമായി ബീഹാർ തുടരുന്നു. 2.25 കോടിയിലധികം ബീഹാറികളാണ് കുടിയേറ്റ തൊഴിലാളികളായി ഉള്ളത്. 20 വർഷം കൊണ്ട് ഗ്രാമീണ റോഡുകൾ ഉണ്ടാക്കിയതാണ് നിതീഷ് കുമാർ കൊണ്ടുവന്ന പ്രധാന ഭരണ നേട്ടം. 20 കൊല്ലം കൊണ്ട് റോഡുകളുടെ എണ്ണം അദ്ദേഹം 4 ഇരട്ടിയാക്കിയിട്ടുണ്ട്. എന്നാൽ ബീഹാറിൽ നിർമ്മിക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും സ്ഥിതി പരമദയനീയമാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ മാത്രം 14 പാലങ്ങളാണ് ബീഹാറിൽ തകർന്നത്. തൊട്ട് തലേവർഷം 9 എണ്ണവും അതിന് തലേവർഷം 8 എണ്ണവും തകർന്നു വീണു. മുസഫർപൂർ ജില്ലയിൽ 70 ഗ്രാമങ്ങളിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് മുള കൊണ്ട് നിർമ്മിച്ച പാലത്തിലൂടെയാണ്. അവിടെയാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത്. രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞത് ബീഹാറിലും നടക്കാൻ പോകുന്നത് വോട്ട് ചോരിയാണ് എന്നാണ്. അതായത് SIR-ലൂടെ 66 ലക്ഷം പേരുടെ വോട്ടുകൾ നീക്കം ചെയ്ത പ്രക്രിയയിൽ 21 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർത്തതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരുന്നു. അന്തിമ വോട്ടർ പട്ടികയിൽ 7,42 ലക്ഷം വോട്ടർമാരുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രക്രിയ പൂർത്തിയാക്കി ഒക്ടോബർ 6-ന് പ്രഖ്യാപിച്ചത്. 1-2 ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് മൊത്തം വോട്ടർമാരുടെ എണ്ണം 7,45 ലക്ഷം പേരാണെന്നാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായത് 3 ലക്ഷം വോട്ടർമാരുടെ വർധനയാണ്. ആകെ പോളിംഗ് ശതമാനം 66.91. അങ്ങനെയെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എത്രയാണ് എന്ന് എങ്ങനെ അറിയും? അന്തിമ വോട്ടർ പട്ടികയിൽ 7,42 ലക്ഷം പേരാണ് വോട്ടർമാരെങ്കിൽ പോളിംഗ് കഴിഞ്ഞ് പറയുന്നു ആകെ വോട്ടർമാർ 7,45 ലക്ഷം പേരാണ്. ഇവിടെ 3 ലക്ഷം വോട്ടിൻ്റെ വർധന എങ്ങനെ ഉണ്ടായി എന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ കണക്കുകൂട്ടിയെടുത്ത് വേണം 3 ലക്ഷം വോട്ട് മാത്രമാണോ കൂടുതലായുള്ളത് എന്ന് കണ്ടെത്താൻ. കഴിഞ്ഞ 6 വർഷമായി നടക്കുന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടെണ്ണി എന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതെല്ലാം ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കുകളാണ് എന്ന് കോടതിയിൽ പോലും പറഞ്ഞ് തടിതപ്പുകയാണ് കമ്മീഷൻ ചെയ്യാറുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൃത്യമായി പ്രസിദ്ധപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി തന്നെ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും അത് പാലിക്കപ്പെട്ടിട്ടില്ല. നിതീഷ് കുമാറിൻ്റെ JDU-വിൻ്റെ പിൻബലത്തിലാണ് മോദി സർക്കാർ കേന്ദ്രത്തിൽ നിലനിൽക്കുന്നത് തന്നെ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ തോറ്റിരുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം NDA-യിൽ നിന്ന് കൂറുമാറുകയും RJD-ക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. സ്വാഭാവികമായും കേന്ദ്രത്തിൽ BJP-ക്കുള്ള പിന്തുണ പിൻവലിക്കേണ്ടിയും വരും. നിതീഷ് കുമാറിന് സീറ്റ് കുറയുകയും BJP-ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോഴും നിതീഷ് BJP-യുമായി പിണങ്ങും. അങ്ങനെ മോദി സർക്കാർ താഴെ വീഴും. ഈ ബീഹാർ റിസൾട്ട് നോക്കുക. BJP-ക്ക് കൈ നിറയെ സീറ്റ്, നിതീഷിനും കൈ നിറയെ സീറ്റ്, നിതീഷ് തന്നെ മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ മോദിയുടെ കസേര സേഫാണ്. നിതീഷും ഹാപ്പിയാണ്.
ബീഹാറിൽ BJPയിൽ നിലവിൽ നിതീഷിനെ വീഴ്ത്താൻ പോന്ന മുഖ്യമന്ത്രി മോഹികൾ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അമിത്ഷായുടെ ഉഗ്രശാസനയിൽ ആ മോഹം അടക്കി വയ്ക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസിനെ പോലെ കാത്തിരിക്കും. 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മാത്രം കാലാവധി നീട്ടിക്കിട്ടിയതാണ് നിതീഷിന് എന്ന് സാരം. ബീഹാറിൽ എന്തുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി മുമ്പേ തന്നെ പ്രവചിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യ സഖ്യത്തിന് ഫലത്തിൽ നിരാശയൊന്നുമില്ല. പക്ഷേ വോട്ട് ചോരി ആരോപണങ്ങളും ഹൈഡ്രജൻ ബോംബുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എത്ര നാൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സമരം നയിക്കും? അതിനകം എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിപക്ഷ ഭരണം തുടച്ചു നീക്കപ്പെടും? ഒടുക്കം ആരവശേഷിക്കും? അടുത്ത വർഷം ബംഗാൾ, കേരളം, തമിഴ്നാട്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. ബംഗാൾ BJPയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനമാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബീഹാറിലേതുപോലെ SIR പുരോഗമിക്കുകയാണ്. മമതയെ മോദി വീഴ്ത്തുമോ? കേരളത്തിൽ BJP നില മെച്ചപ്പെടുത്തുമോ? തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുമോ? അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഭരണ തുടർച്ചയുണ്ടാക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ് എന്നാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ?